നല്ല ചൂട് വാർത്തകൾ വരുന്നു. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. വീണ്ടും ഇടഞ്ഞ ചെന്നിത്തല. കൂടെ നിൽക്കുന്ന മുതിർന്ന MLA-മാരെ പരിഗണിക്കാതെ മന്ത്രിസഭയിലേക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ എന്നിവരെ പരിഗണിക്കണമെന്നാണ് ആവശ്യം. തന്നെ പരിഗണിച്ചില്ലെങ്കിലും കൂടെ നിന്നവരെ അവഗണിക്കരുതെന്ന് ചെന്നിത്തല. മുതിർന്ന MLA-മാരെ ഒഴിവാക്കുന്നത് അനൌചിത്യമെന്നും ചെന്നിത്തല പക്ഷം. TJ വിനോദ്, ജ്യോതികുമാർ ചാമക്കാല എന്നിവരെയും പരിഗണിക്കണമെന്ന ആവശ്യം. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, ആഭ്യന്തരം കിട്ടിയാൽ താൻ അടങ്ങിയിരിക്കുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. തന്റെ ഒപ്പം നിന്ന MLA-മാരെ കൂടി പരിഗണിക്കണമെന്നുള്ളതാണ് ആവശ്യം. അതിൽ പ്രഥമ പരിഗണന കൊടുക്കണമെന്ന് പറയുന്നത് അൻവർ സാദത്തിനും IC ബാലകൃഷ്ണനുമാണ്. IC ബാലകൃഷ്ണൻ KC-ക്കൊപ്പം RC-യുടെ പേര് കൂടി എഴുതി. നമ്മൾ കണ്ടതാണ്, നേരിട്ട് തന്നെ കണ്ടതാണ്. മാത്രമല്ല ST വിഭാഗത്തിൽ നിന്നുള്ള MLA ആണ്. പല തരത്തിൽ പല വർഷങ്ങളിൽ പലതവണയായി ബത്തേരിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നു. പക്ഷേ അപ്പോഴും IC ബാലകൃഷ്ണൻ മന്ത്രിയാകാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ തനിക്കൊപ്പം നിന്ന MLA-മാരിൽ പ്രധാനപ്പെട്ട അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ, TJ വിനോദ്, ജ്യോതികുമാർ ചാമക്കാല ഇവരുടെ പേരുകൾ മുന്നോട്ട് വെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവരെ പരിഗണിച്ചില്ലെങ്കിൽ താൻ മന്ത്രിസഭയിലേക്കില്ല എന്ന് ഉറച്ചു നിൽക്കുകയാണോ രമേശ് ചെന്നിത്തല? റോഷിപാൽ. അരുൺകുമാർ, രമേശ് ചെന്നിത്തല കടുത്ത നിലപാടിലേക്ക് പോകുന്നു എന്നതാണ് അതിന്റെ സൂചനകൾ വന്നു തുടങ്ങി. കാരണം തന്നെ പരിഗണിക്കേണ്ടതില്ല, തനിക്ക് മന്ത്രിസഭയിലേക്ക് വരാൻ താല്പര്യമില്ല, തന്റെ ഒപ്പം നിന്ന് അതിനപ്പുറത്തേക്ക് മുതിർന്ന MLA-മാരെ ഒഴിവാക്കി കഴിഞ്ഞാൽ താൻ മന്ത്രിസഭയിലേക്ക് വരില്ല എന്ന കടുത്ത നിലപാടിലേക്ക് രമേശ് ചെന്നിത്തല എത്തുന്നു. അതിൽ IC ബാലകൃഷ്ണനും അൻവർ സാദത്തും ഏതാണ്ട് 4 ടേം MLA-മാരായവരാണ്. തന്റെ കൂടെ നിന്നു എന്ന ഒറ്റ കാരണത്താൽ അവരെ അവഗണിക്കുകയാണെങ്കിൽ താൻ മന്ത്രിസഭയിലേക്കില്ല. താൻ ഒരു വകുപ്പും ആവശ്യപ്പെട്ടിട്ടുമില്ല. തന്നെ പരിഗണിച്ചില്ലെങ്കിലും തന്റെ ഒപ്പം നിന്നവരെ അല്ലെങ്കിൽ മുതിർന്നവരെ അവഗണിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് രമേശ് ചെന്നിത്തല സ്വീകരിക്കുന്നത്. ആ ഒരു നിലപാട് അത് നേതൃത്വത്തെ അറിയിക്കും. ഒരു കാരണവശാലും അൻവർ സാദത്തിനെയും IC ബാലകൃഷ്ണനെയും അവഗണിച്ചുകൊണ്ട് മന്ത്രിസഭ രൂപീകരിക്കുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് രമേശ് ചെന്നിത്തല എത്തുകയാണ്. അതുകൊണ്ട് മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന നിലപാടിലേക്ക് രമേശ് ചെന്നിത്തല പോകാൻ തയ്യാറെടുക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഈ കാര്യം ദീപദാസ് മുൻഷിയെ അറിയിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. തനിക്ക് മന്ത്രിസഭയിലേക്ക് നേരത്തെ താല്പര്യമുണ്ടായിരുന്നില്ല. കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർബന്ധത്തിന് താൻ വഴങ്ങുകയായിരുന്നു. പക്ഷേ തന്നെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ തന്റെ ഒപ്പം നിന്ന മുതിർന്ന 2 MLA-മാരെ ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ താൻ മന്ത്രിസഭയിലേക്കില്ല എന്ന സന്ദേശം അത് ദീപദാസ് മുൻഷിക്ക് നൽകാനാണ് രമേശ് ചെന്നിത്തല തയ്യാറെടുക്കുന്നത്. താൻ ഒരു വകുപ്പും നേതൃത്വത്തോട് ആവശ്യപ്പെട്ടില്ല. തന്റെ പേരിൽ ആഭ്യന്തരം, ധനവകുപ്പ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. താൻ മന്ത്രിസഭയിലേക്ക് ചേരണമെങ്കിൽ അൻവർ സാദത്തിനെയും ഒപ്പം ഇതിൽ IC ബാലകൃഷ്ണനെ പരിഗണിക്കണം. അതിൽ നേരത്തെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ജയലക്ഷ്മിയായിരുന്നു അവിടെ നിന്നും ST വിഭാഗത്തിൽ നിന്നും മന്ത്രിയായിരുന്നത്. ഈ തവണ ST വിഭാഗത്തെ അവഗണിക്കാനുള്ള നീക്കം നടക്കുന്നു എന്നടക്കമുള്ള ആക്ഷേപങ്ങളും ഉയർത്തുന്നുണ്ട്. ഏതായാലും രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവർ നിലപാട് കടുപ്പിക്കുന്നു എന്നത് പ്രധാനമാണ്. അവർ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യം 4 ടേം MLA-മാരായ പരിചയസമ്പന്നരായ IC ബാലകൃഷ്ണനെയും അൻവർ സാദത്തിനെയും എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു എന്ന ചോദ്യം കൂടിയാണ് അവർ ഉയർത്തുന്നത്. രമേശ് ചെന്നിത്തലയെ പരിഗണിക്കുമ്പോൾ ഈ രണ്ടുപേരെ അവഗണിക്കുകയാണെങ്കിൽ ചാമക്കാല എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അൻവർ സാദത്ത് MLA, അതല്ലെങ്കിൽ അൻവർ സാദത്തിനെയും IC ബാലകൃഷ്ണനെയും പരിഗണിക്കണം. 4 പേരിൽ 2 പേരെ നിശ്ചയമായും ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതായത് രമേശ് ചെന്നിത്തല, അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ. അതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് കൂടി കിട്ടിയാൽ ഈ 3 പേര് മന്ത്രിമാരാക്കാമെന്ന് തീരുമാനിച്ചാൽ രമേശ് ചെന്നിത്തലയെയും. അതല്ലാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും രമേശ് ചെന്നിത്തല ഇല്ല, അല്ലേ? അരുൺകുമാർ, രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ കോൺഗ്രസ് നേതൃത്വം, ഹൈക്കമാൻഡ് അടക്കം രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന നിലപാടിലാണുള്ളത്. നേരത്തെ രമേശ് ചെന്നിത്തല ഉദ്ദേശിച്ചത് താൻ മന്ത്രിയാകാതെ ഒപ്പമുള്ള 3 പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുക എന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുക. കാരണം VD സതീശന്റെ മന്ത്രിസഭയിലേക്ക് വരേണ്ടതില്ല എന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നു രമേശ് ചെന്നിത്തല. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി മന്ത്രിസഭയിലേക്ക് വരാം എന്ന രീതിയിലേക്ക്, ആ ഒരു നിലപാടിലേക്ക് രമേശ് ചെന്നിത്തല എത്തുകയായിരുന്നു. അതേസമയം ഇന്നലെ രാത്രിയൊക്കെ നടന്ന ചർച്ചകളിൽ അത് രമേശ് ചെന്നിത്തലയുമായി കൂടിയാലോചന നടന്നിട്ടുമില്ല. മാത്രവുമല്ല, അവിടെ അൻവർ സാദത്ത് ഒപ്പം IC ബാലകൃഷ്ണൻ എന്നിവരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നീക്കം നടക്കുന്നു എന്ന സൂചന രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചു. അതോടുകൂടിയാണ് വീണ്ടും രമേശ് ചെന്നിത്തല അസ്വസ്ഥനായത്. കടുത്ത അതൃപ്തിയിലാണ് രമേശ് ചെന്നിത്തല. കാരണം തന്റെ ഒപ്പം നിന്നു എന്ന ഒറ്റ കാരണത്താൽ IC ബാലകൃഷ്ണനെയും ഒപ്പം അൻവർ സാദത്തിനെയും ഒഴിവാക്കുകയാണെങ്കിൽ
തനിക്കും മന്ത്രിസഭയിൽ അംഗമാകേണ്ടതില്ല, താനും മന്ത്രിയാകാൻ തയ്യാറല്ല എന്ന നിലപാടിലേക്ക് എത്തുകയാണ്. തന്നെ ഒഴിവാക്കിക്കോളൂ, പക്ഷേ IC ബാലകൃഷ്ണനെയും അൻവർ സാദത്തിനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം. അത് ന്യായമായ ആവശ്യമാണെന്ന് രമേശ് ചെന്നിത്തല ഉയർത്തുകയാണ്. കാരണം അവർ 4 ടേമായി മന്ത്രിമാരായ ആളുകളാണ്, അവർ MLA-മാരാണ്. അത് ഏറ്റവും സീനിയറായ MLA-മാരുടെ പട്ടികയിലുള്ള പ്രധാനപ്പെട്ട ആളുകളാണ് ഈ അൻവർ സാദത്തും IC ബാലകൃഷ്ണനും. അങ്ങനെയെങ്കിൽ അതുമാത്രമല്ല, IC ബാലകൃഷ്ണനെ ഒഴിവാക്കുമ്പോൾ ST വിഭാഗത്തെ പൂർണ്ണമായും തഴഞ്ഞു എന്ന ആക്ഷേപം കൂടി ഉയരാൻ സാധ്യതയുണ്ട്. അതുകൂടെ കണക്കിലെടുത്താണ് KC വേണുഗോപാലിന് വേണ്ടി ശബ്ദമുയർത്തിയത്. അതിൽ KC വേണുഗോപാലിന് വേണ്ടിയാണ് ശബ്ദമുയർത്തിയത് IC ബാലകൃഷ്ണൻ. എന്നാൽ പോലും IC ബാലകൃഷ്ണനെ ഒഴിവാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലേക്ക് ഇപ്പോൾ രമേശ് ചെന്നിത്തല. അത് സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കും. അരുൺകുമാർ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ റോഷി പങ്കുവച്ചിരിക്കുന്നത്. വീണ്ടും ഇടഞ്ഞു തന്നെ രമേശ് ചെന്നിത്തല. തനിക്കൊപ്പമുള്ളവരെ കൂടി പരിഗണിക്കണം, തനിക്ക് മന്ത്രിസഭയിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും തനിക്കൊപ്പം നിന്നു എന്നൊറ്റ കാരണം കൊണ്ട് അൻവർ സാദത്തിനെയും IC ബാലകൃഷ്ണനെയും ജ്യോതികുമാർ ചമക്കാലയെയും TJ വിനോദിനെയും ഒഴിവാക്കാൻ പാടില്ല. ഇവരിൽ 4 തവണ MLA-മാരായ അൻവർ സാദത്തിനെയും IC ബാലകൃഷ്ണനെയും ഒരു കാരണവശാലും ഒഴിവാക്കാനാവില്ല എന്നതാണ് രമേശ് ചെന്നിത്തല എടുത്തിരിക്കുന്ന നിലപാട്. ഇരുവരെയും ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് രമേശ് ചെന്നിത്തലയുടെ വഴുതിക്കാടുള്ള വീട്ടിലെ ദൃശ്യങ്ങളാണ്. തത്സമയം അവിടെ ജ്യോതികുമാർ ചമക്കാല വീടിനുള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. സുനീഷ എല്ലൂര് നമുക്കൊപ്പമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രമേശ് ചെന്നിത്തലയുടെ വീട്ടിന് മുന്നിൽ നിന്നും. സുനീഷ, വെരി ഗുഡ് മോർണിംഗ് സുനീഷ. മുതിർന്ന നേതാക്കൾ ജ്യോതികുമാർ ചമക്കാല അടക്കമുള്ളവർ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അനുനയ നീക്കം ഫലം കണ്ടു വന്നപ്പോഴാണ് MLA-മാരുടെ കാര്യത്തിൽ തീരുമാനമില്ലാതെ താൻ മന്ത്രിസഭയിലേക്കില്ല എന്ന് രമേശ് ചെന്നിത്തല നിലപാടെടുത്തിരിക്കുന്നത്. കൂടുതൽ MLA-മാർ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ? അരുൺ, എത്തിച്ചേരുന്നുണ്ട്. അല്പസമയം മുമ്പ് ഇപ്പോൾ ഇതാ ജ്യോതികുമാർ ചാമക്കാല രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് കയറിപ്പോയിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡും നിയുക്ത മുഖ്യമന്ത്രി VD സതീശനും അടക്കം എത്തി രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചിരുന്നു. പിന്നാലെയാണ് അനുനയ നീക്കത്തിൽ വഴങ്ങുന്നു എന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. പക്ഷേ വീണ്ടും ഇടയുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താൻ നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് കൂടി, തന്നെ പരിഗണിച്ചില്ലെങ്കിലും താൻ നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് കൂടി മന്ത്രിസ്ഥാനം നൽകുക എന്നൊരു ആവശ്യം രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ, അതിനെങ്ങനെയാണ് പരിഗണിക്കുക എന്നത് തന്നെയാണ് ഇനി പ്രധാനമായും അറിയേണ്ടത്. സ്വാഭാവികമായും അല്പസമയത്തിനകം KC വേണുഗോപാൽ ഇവിടേക്ക് എത്തുമെന്നതടക്കമുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ KC വേണുഗോപാൽ നേരിട്ട് രമേശ് ചെന്നിത്തലയുമായി സംസാരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെയും ഹൈക്കമാൻഡ് എത്തിയിട്ടും നേരത്തെ VD സതീശൻ കാണാൻ എത്തിയിട്ട് പോലും രമേശ് ചെന്നിത്തല മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോഴും ഈ വിഷയത്തിൽ മന്ത്രിസഭയിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകാനോ അല്ലെങ്കിൽ പ്രതികരണം നൽകാനോ രമേശ് ചെന്നിത്തല ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ ഇന്ന് KC കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് അനുനയ നീക്കത്തിലേക്ക് എത്തുന്നു, KC വേണുഗോപാൽ വന്നാൽ ഏതാണ് വകുപ്പ് എന്നതടക്കമുള്ള തീരുമാനിക്കും, അന്തിമ തീരുമാനം ഇന്നുണ്ടാകുമെന്നുള്ളത് തന്നെയായിരുന്നു. മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എല്ലാ മന്ത്രിമാരും ഉണ്ടാകുമെന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കേണ്ടത് ഈ 2 ദിവസത്തിനുള്ളിൽ അത് നടത്തേണ്ടതുണ്ട് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഇന്നും കൂടുതൽ നേതാക്കൾ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൈക്കമാൻഡ് കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വീണ്ടും ചർച്ചയ്ക്കായി എത്തുമോ എന്നതുകൂടി അറിയേണ്ടതുണ്ട്. നിലവിലിപ്പോൾ മറ്റ് MLA-മാർ ജ്യോതികുമാർ ചാമക്കാലയും കഴിഞ്ഞ ദിവസം അൻവർ സാദത്തും അബിൻ വർക്കിയും എല്ലാം തന്നെ പൂർണ്ണമായും മുഴുവൻ സമയവും രമേശ് ചെന്നിത്തലയുടെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്നും അവർ ഇവിടെ എത്തുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ കൂടുതൽ അനുനയ നീക്കമെല്ലാം ഉണ്ടാകുമെന്നുള്ളത് കരുതുന്നു. അല്പസമയത്തിനകം KC വേണുഗോപാൽ വരാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ഇരുവരും കൂടിക്കാഴ്ച നടത്തിയാൽ ഇന്നത്തെ യോഗത്തിലടക്കം പങ്കെടുക്കുമോ എന്നതുകൂടി അറിയേണ്ടതുണ്ട് രമേശ് ചെന്നിത്തല. ഏതായാലും മനസ്സ് തുറന്ന് സംസാരിക്കാൻ രമേശ് ചെന്നിത്തല തയ്യാറായിട്ടില്ല, ഇപ്പോഴും പ്രതികരിച്ചിട്ടില്ല. ഏതായാലും കുറച്ചു കഴിഞ്ഞ് അല്പസമയത്തിനകം KC വന്നതിന് ശേഷം എന്താകുമെന്നതടക്കമുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുമായിരുന്നു. വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയായിരിക്കും അത് എന്ന കാര്യത്തിൽ സംശയമില്ല. KC-യും RC-യും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഏതൊക്കെ വകുപ്പുകൾ ഏതൊക്കെ MLA-മാർക്ക് വീതിച്ചു നൽകണം എന്നതിനെ കുറിച്ചുള്ള ഒരു അനൗപചാരിക ചർച്ച അവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും RC പറയാൻ പോകുന്നത്, രമേശ് ചെന്നിത്തല പറയാൻ പോകുന്നത്, തന്നെ മന്ത്രിസഭയിലേക്ക് പരിഗണിച്ചില്ലെങ്കിലും തനിക്കൊപ്പം നിന്നു എന്നൊറ്റ കാരണം കൊണ്ട് അൻവർ സാദത്തിനെ പോലെ IC ബാലകൃഷ്ണനെ പോലെ 4 തവണ പരിചയസമ്പന്നരായിട്ടുള്ള MLA-മാരെ തഴയരുത്, ജ്യോതിയെയും